ഹലോ ഹായ് അസ്സലാമലൈക്കും. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അതേമാതിരി എനിക്ക് സുഖം തന്നെ കേട്ടോ. പഠിച്ചവനെ ഇന്ന് വെള്ളിയാഴ്ച അല്ലേ, എല്ലാവരും പഠിച്ചവനോട് പ്രാർത്ഥിക്കുക കേട്ടോ. നല്ലതിന് വേണ്ടി മാത്രം ചിന്തിക്കുക, നല്ലതിന് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുക. മറ്റുള്ളവരെ കുറവുകളും കുറ്റങ്ങളും വിളിച്ച് പറയാതെ സ്വയം കുറവും കുറ്റം നോക്കി മുന്നോട്ട് അങ്ങ് പോവുക. പിന്നെ ഞാനത് പറയണോണ്ട് ഇനി ആരും ഒന്നും പറയണ്ട കേട്ടോ. എന്തെന്ന് ചോദിച്ചാൽ ഇന്ന് ലോകത്ത് നടക്കുന്ന ഓരോ കാര്യങ്ങളും എങ്ങനെയാണ് ലോകം എങ്ങോട്ടാണ് പോണേന്ന് ഒരു പിടുത്തം കിട്ടാത്ത ലോകമായി മാറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ കോവയിൽ എന്ന് പറഞ്ഞാൽ കോവയിൽ ഇപ്പോൾ ഇന്നലെ ഭയങ്കര ഫൈറ്റും കാര്യങ്ങളും മുസ്ലിംസും ഹിന്ദുസും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റായി, കേസായി. ഒരു കടയിൽ അത് ന്യൂസിലൊക്കെ വന്നിട്ടുണ്ടാവും, ഒന്ന് അടിച്ചു നോക്കിയാലും അറിയാം. കോവി ന്യൂസിൽ കേട്ടോ. ബീഫ് കച്ചവടം ചെയ്യാൻ പാടില്ല, ഒരു മുസ്ലിം താത്ത കച്ചവടം ചെയ്യുമ്പോൾ ബീഫ് കച്ചവടം ചെയ്യാൻ പാടില്ല എന്ന് ഒരു ഹിന്ദു വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മുസ്ലിംസും ഹിന്ദുക്കളും തമ്മിൽ വഴക്കായി, കേസായി, കാര്യങ്ങളായി, ഫൈറ്റായി, വലിയ ഫൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടോ. അപ്പോൾ അതാണ് ലോകം എങ്ങോട്ടാണ് പോണേന്ന് ഒരു പിടുത്തം കിട്ടാത്തൊരവസ്ഥയാണ്. അപ്പോൾ നമ്മളെ ഈമാനോട് കൂടി ഉറച്ച വിശ്വാസത്തിൽ പഠിച്ചവനോട് പ്രാർത്ഥിച്ച് എല്ലാവരും നല്ലോണം പ്രാർത്ഥിക്കുക കേട്ടോ. എന്താണ് ലോകത്തിൽ നടക്കാൻ പോണേ, മറ്റുള്ളവരെ കുറ്റങ്ങളും കുറവുകളും നോക്കിയിട്ടോ. മറ്റുള്ളവർ അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല. ഓരോരുത്തർക്കും ഓരോരുത്തരായിട്ടുള്ള കുറ്റങ്ങളും കുറവുകളും ഉണ്ടാവും, ഇല്ലാതിരിക്കില്ല. അത് പറഞ്ഞാൽ അത് നല്ലതിനാണ് പറയണേന്ന് വിചാരിക്കുക. പക്ഷേ നല്ലതെല്ലാത്തിനും കുറേ പേര് പറയും കേട്ടോ. അപ്പോൾ അവരോടൊക്കെ പറയാൻ കേട്ടോ, എല്ലാം നല്ലത് മാത്രം ചിന്തിക്കുക. പിന്നെ ഇന്ന് വെള്ളിയാഴ്ച അല്ലേ, എല്ലാവരും പഠിച്ചവനോട് നല്ലോണം പ്രാർത്ഥിച്ചോ. ദൈവങ്ങളോടും പഠിച്ചവനും ഒക്കെ എല്ലാം ഒന്നാണ് കേട്ടോ. അപ്പോൾ എല്ലാവരോടും വേണ്ടി പ്രാർത്ഥിച്ച് നല്ലത് മാത്രം ചിന്തിച്ച് സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോകട്ടോ. പിന്നെ എൻ്റെ ചാനലിൽ കയറി എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഓൾ ബട്ടൺ അമർത്തിയാലോളൂ ഞാനിടുന്ന എല്ലാ വീഡിയോസോടും നിങ്ങളിലേക്ക് എത്താൻ സാധിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ സ്പെഷ്യൽ എന്ന് പറയുന്നത് എന്താണെന്ന് വിചാരിച്ചാൽ നല്ല ബിരിയാണിയാണ് കേട്ടോ എൻ്റെ സ്പെഷ്യൽ. ഇന്ന് രാവിലെ മോർണിംഗിൽ ഞാൻ എണീക്കാനേ ഭയങ്കര ലേറ്റായിട്ടോ. അപ്പോൾ ലേറ്റായ കാരണം മോർണിംഗിട്ട് ഒന്നും ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ, ഒന്നിനും വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല. അപ്പോൾ ഏതായാലും അത് ഇന്ന് ഉച്ചക്കൊക്കെ ബിരിയാണി ആക്കി രാവിലെ കുക്കർ ബിരിയാണി ചെയ്യണമെന്ന് വിചാരിച്ചത്. പക്ഷേ രാത്രി വന്നപ്പോൾ ബിരിയാണിക്കുള്ള ഒരു സാധനം കൊണ്ടുവന്നില്ല കേട്ടോ. അപ്പോൾ സാധനം എന്ന് പറഞ്ഞാൽ ഇറച്ചി, അരി ഇതൊന്നും കൊണ്ടുവന്നില്ല. അപ്പോൾ അത് കാരണം മോൾക്ക് രാവിലെ ചെയ്ത് കുക്കർ ബിരിയാണി അല്ലെങ്കിലും എനിക്ക് പൊതുവേ ഇഷ്ടമല്ല കേട്ടോ. എനിക്ക് ഇങ്ങനെയൊക്കെയാണ് ഇഷ്ടം, കുക്കറല്ലാത്ത ബിരിയാണി. അപ്പോൾ അങ്ങനെ ലേറ്റായി. അപ്പോൾ അതാണ് ഇങ്ങനെ അയക്കണേ കേട്ടോ. ഹിക്കാക്ക് ഭയങ്കര മറവിയാണ്, അത് കാരണമാണ് ഇങ്ങനെ അയക്കണേ. അപ്പോൾ എൻ്റെ വിശേഷം എന്ന് പറഞ്ഞാൽ ഇനി ഞങ്ങൾ ബിരിയാണി കഴിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യല് ബിരിയാണിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കാണിച്ചു തരണ്ട, നിങ്ങൾക്ക് എല്ലാവർക്കും കാണാമല്ലോ. എല്ലാവരും എന്താ കഴിച്ചെന്ന് വെള്ളിയാഴ്ച ആയിട്ട് എന്താ എല്ലാവരും വീട്ടിൽ സ്പെഷ്യല് നല്ല ചിക്കൻ ബിരിയാണി ഉണ്ട് കേട്ടോ. എൻ്റെ കൈപ്പുണ്യം എന്ന് പറഞ്ഞാൽ ഞാൻ പോയിട്ടില്ല കേട്ടോ. അടിപൊളിയാണ്, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നല്ല ചിക്കൻ ബിരിയാണി, തൈര് കേട്ടോ, തൈര്, പുതിന ചമ്മന്തി എങ്ങനെ ചെയ്യാന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ലല്ലോ. യൂട്യൂബിൽ അടിച്ചാൽ കിട്ടും കേട്ടോ. ചെറിയുള്ളിയും പച്ചമുളകും പുതിനയും എണ്ണയിലും വാട്ടിയതിന് ശേഷം പുളിയിട്ട് മിക്സിയിൽ തേങ്ങിയിട്ടിട്ടുണ്ട് ഒരടി അടിക്കുക, അതോടെ ചട്നി ആയിട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ. അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചല്ലോ. അപ്പോൾ ഞാൻ ഫുഡ് കഴിക്കട്ടെ. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ എത്രയുള്ളൂ വീഡിയോസ്. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, സബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ബൈ.